എല്ലാവർക്കും എൻ്റെ നവനീത ബ്ലോഗ്സിലോട് സ്വാഗതം. നമ്മൾ മീറ്റ് ചെയ്തിട്ട് കുറേ നാളായില്ലേ. കാരണം അതിന് തക്ക ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു. ന്യൂ ഇയർ എൻ്റെ അന്ന്, അതായത് 2025 ജനുവരി 1 രാവിലെ തന്നെ ഒരു വിഷമകരമായൊരു സംഭവമാണ് ഇവിടെ നടന്നത്. എൻ്റെ ചേട്ടൻ്റെ ഏറ്റവും ഇളയ സഹോദരിയുടെ ഹസ്ബൻഡ് നമ്മളെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പോൾ രാത്രിയിൽ വെളുപ്പാങ്കാലത്ത് 2:30 മണിക്കായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു വിഷമമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പോയി അയാളുടെ കൂടെ ഒക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കേണ്ടി വന്ന എൻ്റെ മരണാനന്തര കർമ്മങ്ങൾക്കെല്ലാം. ഇപ്പം എൻ്റെ നാത്തൂന് ഇതെല്ലാം അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മോനങ്ങ് ഗൾഫിൽ പോയി. അപ്പോൾ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് പൊടിമോനൂടെ പിടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കുടുംബ വീട്ടിൽ നാത്തൂനുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ അവിടെ പോയിരിക്കുകയും അയാളുടെ കാര്യമൊക്കെ പറയുകയും ചെയ്യും. അപ്പം ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. 2024 കാര്യമൊന്നും പറയണ്ടല്ലേ. ഞാൻ കൈയൊടിഞ്ഞു. പിന്നെ 2-3 പ്രാവശ്യം എനിക്ക് വീഴ്ച പറ്റി. അത് 2 പ്രാവശ്യം സ്കൂട്ടറിൽ നിന്നായിരുന്നു. അല്ലാതെ തന്നെ ഞാൻ ഇവിടുന്ന് ഓസിനകത്ത് തട്ടി. കല്യാണം പ്രമാണിച്ച് പന്തലക്കടിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയൊക്കെ 2-3 പ്രാവശ്യം. അങ്ങനെയൊക്കെ ശരീരത്തിന് കുറെ വേദനയുണ്ട്. ഞാൻ വീണടുത്തുനിന്ന് വീണ്ടും ഉയർന്നെഴുന്നേറ്റ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരികയാണ്. കാരണം നമ്മുടെ വിഷമങ്ങളൊക്കെ എല്ലായിടത്തും അങ്ങനെ അവതരിപ്പിക്കണ്ടല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യം ആയിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ വീഡിയോ ഇടാതിരുതാ യൂട്യൂബ് തന്നെ എന്നെ ചിലപ്പം ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അപ്പം എൻ്റെ ഒരു സന്തോഷമാണല്ലോ ഇത് കണക്ക് ഓരോന്ന് വെച്ച് നിങ്ങളെ കാണിക്കാനും. കല്യാണ വീഡിയോകളായാലും പാലുകാച്ചി വീഡിയോകളായാലും അതെല്ലാം എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വീഡിയോ ഇടുന്നുണ്ടൊന്നും ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ. കാരണം എൻ്റെ ഒരു സന്തോഷമാണ്. എൻ്റെ ഇപ്പം ഈ 22-ാം തീയതിയിലായിരുന്നു ശിപ്പ മോളുടെ കല്യാണം. അന്ന് തന്നെയാണ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് എനിക്ക് 66 വയസ്സായി കേട്ടോ. അപ്പം ഞാൻ ഇപ്പം പ്രായമായെന്നും പറഞ്ഞ് ഞാൻ ഒരിടത്ത് ചടഞ്ഞിരിക്കുന്നതിനെക്കാട്ടി ഓരോരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിനും ഒക്കെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം നിങ്ങളിലോട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്കും അത് സന്തോഷം കിട്ടുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. എന്തായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട്. 2024 തന്നെ ഞാൻ കൊല്ലം ചെറുക്കന് അരുണാചൽ പ്രദേശ് പെൺകുട്ടി വധുവായ ഒരു വീഡിയോ ഇട്ട് ഒരുപാട് പേര് കണ്ട ഒരു വീഡിയോ ആണ്. ഒരുപാട് ലൈക്കും കിട്ടി. അപ്പോൾ അതാണ് എന്നെ ഒരുവിധം റീച്ചാക്കിയ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ അത് എൻ്റെ അപ്പച്ചിയുടെ മോളായിരുന്നു. ആ മോൻ്റെ അമ്മ അവള് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. കാരണം എൻ്റെ ഏറ്റവും അടുത്ത് എൻ്റെ അപ്പച്ചിയുടെ മോൾ എന്നതിലുപരി അവൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയായിരുന്നു. കൊച്ചിലെ ഞങ്ങൾ രണ്ടുപേരും, ഇപ്പം ഞാനും അവളും തമ്മിൽ 2 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾ നല്ലൊരു കൂട്ടുകാരായിരുന്നു. അതെനിക്ക് ഒരു ഭയങ്കര വേദന തന്ന ഒരു ഇതായിരുന്നു, മരണമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹണിമോളെ ഞാൻ എപ്പോഴും നിങ്ങളെ വീഡിയോയിൽ കാണിക്കത്തില്ലേ, ദേവദാസിൻ്റെ അനിയൻ്റെ മോൻ അവിടെ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടെ വെച്ചൊരു ബൈക്ക് ആക്സിഡന്റ്. 20 വയസ്സങ്ങണ്ടേ ഉള്ളെന്ന് തോന്നുന്നു മോന്, കുഞ്ഞ്. അപ്പൊ ഇവിടെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ നമ്മളെ വീഡിയോയിൽ തന്നെ ഉണ്ട്. എൻ്റെ മോളെ ഒരു വളകാപ്പ് ചടങ്ങിനകത്ത് ഒക്കെ ഉണ്ടല്ലോ. അല്ലാതെ ഞാൻ ഒരു കല്യാണ വീഡിയോയിലൊക്കെ മോനെ കാണിച്ചിട്ടു. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. ഒരു ഭയങ്കര വേദന ഉണ്ടാക്കിയ ഒരു മരണമായിരുന്നു. ഒരു പൊടിക്കുഞ്ഞല്ലേ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ഒരു കുഞ്ഞായിരുന്നു. അതും എനിക്ക് എല്ലാം എനിക്ക് വിഷമമാണ്. നിങ്ങൾ ശരിക്കും ഞാനിന്ന് എല്ലാം ഇതാണ് പറയുന്നത്. അതല്ല എൻ്റെ ഇതൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളാണ്. ആ സമയത്ത് മോൻ മരിക്കുന്ന സമയത്തൊക്കെ എനിക്കൊരു നല്ലൊരു പനി എന്ന് പറഞ്ഞാൽ ഒരു 7 ദിവസം വരെ ഇങ്ങനെ പനിയായിരുന്നു. ആഹാരങ്ങളൊന്നും കഴിക്കാൻ വയ്യാതെ ഇങ്ങനെ ഭയങ്കര നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു. പിന്നെ കരിക്കും വെള്ളവും അങ്ങനെയുള്ള ഓരോ ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ചാണ് ഒരുവിധം വീണ്ടും ഈ പരുവത്തിലൊക്കെ ആയത്. അങ്ങനെ ഒരുപാട് പ്രോബ്ലം 2024 ഒക്കെ ഉണ്ടായി. നമുക്ക് 2025 എന്നുള്ള വർഷം ഇനി എല്ലാവർക്കും നല്ലതായിരിക്കണേ, നന്മ നിറഞ്ഞതും ആരോഗ്യമുള്ളതായിട്ടുള്ള വർഷങ്ങളായിരിക്കണം നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. കാരണം നമ്മളെ നാട്ടിനായാലും ലോകത്തിനായാലും എല്ലാം നന്മ നിറഞ്ഞ രീതിയിൽ എല്ലാവരും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായിട്ട്. നമുക്ക് ഏറ്റവും വേണ്ടത് ആരോഗ്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റുമ്പോഴാണ് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു അസുഖമായി അല്ല ഇങ്ങനെ ആയി, ഇപ്പം കൈ ഒടിഞ്ഞെന്നും പറഞ്ഞ് ഞാൻ വെറുതെ ഇരുന്നില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചു തന്നില്ലേ. ഇപ്പോഴും ഈ കൈക്ക് നമുക്ക് നല്ല പെരുപ്പുകൾ, കുറേ ജോലികളൊക്കെ ചെയ്യുമ്പോൾ പെരുപ്പ് അനുഭവപ്പെടും. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ബാൻഡേജൊക്കെ ഇടും. കൈക്ക് ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ വളവുണ്ട്. ഇപ്പോഴും നല്ല പെരുപ്പുണ്ട്. ഞാൻ പിന്നെ എണ്ണയൊക്കെ ഇട്ട് ചൂടൊക്കെ കൊടുക്കും. അങ്ങനെ മോളെനിക്ക് ഇങ്ങനെ ഒരു ചൂട് കൊടുക്കാനൊക്കെ സാധനമൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് ഞാനിങ്ങനെ ചൂട് കൊടുക്കുകയും എണ്ണ ഇടുകയും ഒക്കെ ചെയ്യും. നമ്മളെ ഇവിടുത്തെ അടുത്ത് തന്നെ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട്.
ശ്രീചിത്ര എന്നും പറഞ്ഞ്. അപ്പോൾ അവിടുത്തെ ഡോക്ടറാണ്, നമ്മളെ ഏറ്റവും പരിചയമുള്ള മോളാണ്. ആ മോള് തന്ന ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുവിധം ഞാനിങ്ങനെ പോകുന്നു. ഇനി ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് നിങ്ങളെല്ലാം കാണണം എൻ്റെ വീഡിയോ കേട്ടോ. അപ്പം നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഒരു പരവയിട്ടൊരു മീൻകറിയാണ് വെക്കുന്നത്. അതിൻ്റെ റെസിപ്പിയിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ഞാൻ നേരത്തെ കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോയിലോട്ട് പോകാം. നമുക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ, ആരോഗ്യം നിറഞ്ഞ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ എന്നുവരെ ജീവിച്ചിരിക്കുന്ന അന്നുവരെ ആരോഗ്യത്തോടിരിക്കാൻ ഈശ്വരൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ പരിപാടിയിലോട്ട് പോകാം. നമുക്ക് കുറച്ച് തേങ്ങ പാലെടുക്കാനായിട്ട് അടിച്ചുകൊണ്ട് വരാം. ഒരു ചെറിയ ബൗളോട് ഞാൻ അടിച്ചുകൊണ്ട് വരാം കേട്ടോ, പാലെടുക്കാൻ. ജെസ്സി കൊണ്ടുവന്ന പരവയാണ്. ഇന്ന് നമുക്കൊരു കറി വയ്ക്കാം കേട്ടോ. ഞാനിത് കണ്ടിച്ച് വൃത്തിയാക്കി എടുക്കൊണ്ട് വരാം. നമുക്ക് കറി വെക്കാനുള്ള മസാലയൊക്കെ ശരിയാക്കാം. ഞാനൊരു 8 കാശ്മീരി മുളകും 2 നമ്മളെ സാധാ മുളകും എടുത്തിട്ടുണ്ട്. ഒരു പിടിയോളം മല്ലി എടുത്ത്, പിന്നെ ഒരു ചെറിയ സ്പൂൺ ഉലുവ എടുത്ത്, ഒരു കഷ്ണം മഞ്ഞൾ, ഒരു ചെറിയ സ്പൂണോളം ജീരകം എടുത്ത്, പിന്നെ കുരുമുളക് എടുത്ത്. ഇത് നമുക്ക് നല്ലതുപോലെ വറുത്തുകൊണ്ട് വരാം. ഓക്കെ, ഞാൻ ഇരുമ്പീട്ടിക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളകിട്ട് കൊടുക്കാം. മുളക് ഒരുവിധം മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മുളക് ഇട്ടു, പിന്നെ നമുക്ക് മല്ലിയും തീ കുറച്ചിടണം. മല്ലി, ഉലുവ, ജീരകം, മഞ്ഞൾ, കുരുമുളക് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇടുകിട സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? എരിയില്ലാത്ത മുളകാണ്ടാണ് ഞാൻ കാശ്മീരി ഇത്ര ഇട്ടത്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഓക്കെ, അത് വാടി വരട്ടെ. ഒരുവിധം വാടി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. മുളക് മല്ലിയൊക്കെ ഞാൻ അനത്തിയതൊരു പാത്രത്തിലോട്ട് വെച്ച് ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചുകൊണ്ട് വരാം. നമുക്ക് ഒരു കാര്യം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു തക്കാളി ഞാനിങ്ങനെ അരിഞ്ഞത് ഇതിനകത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മൾ മുളക് മല്ലിയും വറുത്ത്, ഉള്ളി വറുത്ത്, നമുക്ക് തക്കാളിയൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളൊരു സ്പെഷ്യൽ കറിയാണ് വയ്ക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതൊന്ന് വഴറ്റി വന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യും. ഇങ്ങനെ ഒന്ന് വഴന്ന് വന്നാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചൂടി കിടന്ന് ഇച്ചിരി കൂടെ ഒന്ന് ശരിയാകും കേട്ടോ. ഓക്കെ, മുളകും മല്ലിയും വറുത്തതെല്ലാം ഞാൻ നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഒക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മളെ പരിപാടിയിലോട്ട് പോകാം. ഇത് നമുക്ക് ഈ നല്ലതുപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ, തക്കാളിയും ഉള്ളിയും കൂടെ. ഓക്കെ, അപ്പം നമ്മളുടെ പരിപാടിയിലോട്ട് പോകാം. നമുക്ക് തീ വെട്ടിക്കാം. നമുക്ക് ഈ തക്കാളിയും ഉള്ളിയും നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ അരച്ചുകൊണ്ട് വരാം കേട്ടോ. നമ്മള് ചട്ടിയൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ വെച്ചു. കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. വളരെ നമ്മൾ മുളക് പൊടിയൊക്കെ വറുത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് കറി ശരിയാക്കാം കേട്ടോ. നമ്മളെ കടുകൊക്കെ പൊട്ടി വരട്ടെ. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്. ഞാൻ ഇവരൊക്കെ എല്ലാം ഈ
രാജുവണ്ണൻ എന്നാണ് ശ്യാമളയെന്നും ശ്യാമള ഹസ്ബൻഡ് ഒരു പേര് രാജു എന്നാണ് കേട്ടോ. അണ്ണൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഈ അണ്ണന് സുഖമില്ലാതെ അണ്ണനെ വെച്ച് നടക്കാനും അങ്ങനെയൊക്കെ കുറെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അണ്ണനെ കാണാൻ പോകുന്ന വഴിക്കാണ് അണ്ണനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് എനിക്കൊന്ന് പോയി കാണുന്ന ചേട്ടാ എന്ന് പറഞ്ഞ് ചേട്ടനെ നിർബന്ധിച്ച് അന്ന് ഞങ്ങൾ പോയപ്പോഴാണ് നമ്മളെ കൊല്ലം മൂന്നാംകുട്ടി വെച്ച് മൂന്നാംകുട്ടിയിലാണ് ശ്യാമള താമസിക്കുന്നത്. അവിടെ വെച്ചാണ് ഈ റോഡിന്റെ മെറ്റലിനകത്ത് വണ്ടി വെച്ച് മറിഞ്ഞ് നടുപിടിച്ചാണ് വീണത്. എന്തായാലും വേറെ കുഴപ്പമൊന്നും ഈശ്വരൻ തന്നില്ല. അങ്ങനെ അത് കാരണം അവിടെ ആ അണ്ണനെ കാണാൻ പോയപ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത് കേട്ടോ. അങ്ങനെ ഓരോ ഇതിന് പോകുമ്പോഴും ഒക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇപ്പം സ്കൂട്ടറിൽ പോക്കൊക്കെ വളരെയായിട്ട് കുറച്ചിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണല്ലോ. അപ്പം അണ്ണൻ്റെ ആത്മാവിന് ഞാൻ ശാന്തി നേരുന്നു. അണ്ണൻ്റെ മാത്രമല്ല നമ്മളെ ദേവദാസിന്റെ അനിയന്റെ മോനും എൻ്റെ അപ്പച്ചിയുടെ മോൾക്കും എല്ലാവരുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളല്പം ഉലുവയിട്ട് കേട്ടോ. അപ്പൊ ഉലുവയും ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില കിട്ടും. നമുക്ക് ഈശ്വരൻ എന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മളതിനനുസരിച്ച് ഉള്ള സമയത്ത് നമുക്ക് കണക്ക് ഹാപ്പി ആയിട്ടൊക്കെ അങ്ങ് പോവാം. അപ്പൊ നമ്മള് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. കാര്യം പറഞ്ഞ് ഇച്ചിരി മൂപ്പ് ഇല്ല കേട്ടോ. മൂത്ത് വന്നിട്ട് നമ്മളാദ്യം കടുകിട്ട് പിന്നെ ഒരു ഒന്നുള്ളു നമ്മൾ നേരത്തെ മുളകും മല്ലി വറുത്തപ്പം അതിനകത്ത് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ഒരു ശകലം ഒരു മണത്തിന് വേണ്ടി ഉലുവയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയിട്ട് കറിവേപ്പിലയിട്ട് ഇനി നമുക്ക് നേരത്തെ മുപ്പിച്ച് വെച്ചിരുന്ന തക്കാളിയും ഉള്ളിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. വെള്ളം ഒഴിച്ച് വെച്ചേക്കാം. കറിക്ക് വെള്ളം വേണ്ടി വരുമല്ലോ. വടക്കുംപുളി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ തക്കാളിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് മൂപ്പിച്ചതാണ്. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് കടുവറുത്ത് ഉലുവയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ കറിവേപ്പിലേക്ക് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വാട്ടി മിക്സിയിൽ അരച്ച കൊച്ചുള്ളിയും തക്കാളിയും കൂടെയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ എനിക്ക് തെറ്റ് വരും, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പ്രായത്തിൻ്റെ ആയിട്ടൊക്കെ ഉള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്ത് പാലൊഴിച്ച് കൊടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ കുറച്ച് മാറ്റി നല്ല കട്ടിക്കങ്ങ് എടുത്തേത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മുളകും മല്ലിയും വറുത്തില്ലേ, ആ പൊടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് പാല് കറി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത് കരിമീനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ചേട്ടന് അമ്മ വെച്ച് കൊടുക്കുന്ന പാല് കറിയാണ്. ഇന്ന് നമുക്ക് പരവയിട്ട് ഇങ്ങനെ ഒരു കറി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച വടക്കമ്പുളിയും കൂടെ അതിനകത്ത് ആ വെള്ളത്തോട് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുക. ഒരു 2 കഷ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ശകലം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ മിക്സി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്താണ് ചേർക്കേണ്ടത്? അല്പം ഉപ്പ് ചേർക്കാം. നമുക്കിതിലേക്ക് ഞാൻ പരലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കറി ഇങ്ങനെ തിളച്ച് വരട്ടെ. ഓക്കെ, കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിന്ന് വയ്ക്കുന്നത് പരവ മീൻ കറിയാണ്. നമുക്ക് 4 പരവയുണ്ട്. അത് നമുക്ക് ഈ മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിന്ന് പൊരിക്കാനൊന്നും എടുക്കില്ല കേട്ടോ. ഞാൻ ഈ മീനൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വയ്ക്കാം. തേങ്ങാപ്പാലിനകത്ത് പൊടിയിട്ട് വെച്ചതാണ് കേട്ടോ. നമുക്ക് പൊടി ഇങ്ങനെ അല്ലാതെ ആണെങ്കിൽ നമ്മൾ മുളക് പൊടി
മറ്റേ മല്ലിപ്പൊടി, ഇതെല്ലാം നമ്മൾ പൊടിയെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് നമുക്കിങ്ങനെ വയ്ക്കാം. നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വേവട്ടെ. ഇനി നമുക്ക് വേറൊരു പരിപാടിയും കൂടെ നോക്കാം. ചതച്ചിട്ടൊരു രസം നമുക്ക് പെട്ടെന്ന് വയ്ക്കാം. ഞാൻ ഇതിനകത്ത് കുരുമുളക് നിരത്തിയിട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത്, ഒരു 3 വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, ചുമന്നുള്ളി ഒരു 4-5 കഷ്ണം, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. ഓക്കെ, അമ്മിയിലാണ് അരയ്ക്കേണ്ടത്. എനിക്ക് അമ്മിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് കൈ പിടിക്കാനൊക്കെ വലിയ പാടാണ്. ഇപ്പം ഈ മൊബൈലിൻ്റെ ആയാലും നമുക്കെല്ലാം പിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ നമ്മൾ ചെയ്യാതിരുന്നാൽ വീണ്ടും നമുക്ക് പണി കിട്ടത്തില്ലേ. അതുകൊണ്ട് ഞാനെല്ലാം അങ്ങ് ചെയ്യും. നമ്മളുടെ ഈ നടുക്കളത്തെ വിരലിന് നല്ല ഒരു മരവിപ്പാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ, ഈ വിരലേ. അപ്പം അത് എണ്ണയൊക്കെ ഇട്ട് ശരിയാകുന്നുണ്ട്. ചില സമയത്ത് അങ്ങ് പെട്ടെന്ന് നല്ല പെരുപ്പ് കണക്ക് വരും. അപ്പം നമ്മൾ ചെയ്യാതിരുന്നാൽ പറ്റത്തില്ലല്ലേ, നമുക്ക് കഴിക്കണ്ടേ. അപ്പം നമുക്കിതെല്ലാം കൂടെ ചതച്ചുകൊണ്ട് വരാം. ഓക്കെ, നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. നമ്മളെ കറി ഇങ്ങനെ ഒരുവിധം വറ്റിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു പാലും കൂടെ ചേർക്കണം കുറച്ച് കേട്ടോ. ഞാനിതിനകത്ത് ഈ പാലും കൂടെ ചേർക്കുകയാണ്. കാരണം ഇച്ചിരി മാറിപ്പോയി കേട്ടോ. കുറച്ച് പാലേ ഉള്ളു, അത് നമുക്ക് ഇതിനകത്തോട്ട് 1-ാം പാലും 2-ാം പാലും നമ്മൾ മാറിപ്പോയി കേട്ടോ. ഇങ്ങനെ ക്ഷമിക്കണം. നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നത് ഇറക്കാൻ നേരത്തെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇറക്കാൻ നേരത്തെ ഈ പാല് ഒഴിച്ചു. നമ്മുടെ ചട്ടി ചൂടായി, അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് കടുകിട്ട് കൊടുക്കാം. നമ്മളിന്ന് ചതച്ചിട്ട് ഒരു രസമാണ്. വളരെ പെട്ടെന്ന് നമുക്കൊരു രസം ഉണ്ടാക്കിയാണ് കേട്ടോ. അത് പൊട്ടി വരട്ടെ. കടുവിടെ പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നല്ല ഉലുവയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് 2 പച്ചമുളക്, കയ്യച്ചൊക്കെ പിച്ചാൽ പാടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ എല്ലാവരും ശ്രമിക്കും. നമ്മളെക്കാട്ടി ഇതൊക്കെ ഉള്ളവരെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കുള്ള കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് തോന്നും. അങ്ങനെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളെക്കാട്ടി ഒക്കെ ഒരെണ്ണമില്ല. അപ്പോൾ ഈശ്വരൻ തരുന്ന ഓരോ പരീക്ഷണങ്ങളും നമ്മൾ സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ. തീ ഉറച്ചിട്ട് കൊടുക്കാം. നമുക്കിനി കറിവേപ്പില ഇങ്ങനെയൊക്കെ ഉരിയെടുക്കാനൊക്കെ ഒരു ഇച്ചിരി വിലക്കുറവ് പോലൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും ഞാൻ ചെയ്യാതിരുന്നാലോ. അപ്പം നമുക്ക് കറിവേപ്പില നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളി, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വെച്ചാൽ നല്ല മണം വരുന്നു കേട്ടോ. ഉലുവയുടെയും ഉലുവയൊക്കെ മൂത്തേൻ്റെയും നല്ല മണം വെക്കണം. ഇങ്ങനെ മൂത്ത് വരട്ടെ കേട്ടോ. നമ്മുടെ കറി കാണിച്ചു തരാം. നമ്മുടെ കറി ഇവിടെ ശരിയായിട്ടുണ്ട്. നമുക്ക് നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ പാലും കൂടെ നമുക്കൊന്ന് ചേർത്ത് കറക്കി കേട്ടോ. ഇനി നമുക്ക് കൂടുതൽ സമയം ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി കറിയൊന്ന് ഉപ്പ് നോക്കട്ടെ. നമ്മളത് കണ്ട നമ്മളെ ചതച്ച് വെച്ച സാധനങ്ങളെല്ലാം നല്ല മൂത്തിട്ടുണ്ട്. ഇല്ല, ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ക്രഷ്ഡ് മുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ കാശ്മീരി മുളകായിരുന്നു കേട്ടോ. വലിയ എരിയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതും കൂടെ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം.
നമ്മുടെ സംഗതിയൊക്കെ ശരിയായി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട എന്താണ്? പുളി. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കണം കേട്ടോ. ഇച്ചിരി സ്വല്പം മഞ്ഞപ്പൊടി നമ്മൾ ചേർക്കാൻ പറഞ്ഞു. നമുക്ക് ഇച്ചിരി മഞ്ഞളില്ലാത്ത കറിയില്ല. ശേഷം നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എല്ലാവരെയും കൂടെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു വസ്തുവും കൂടെ ചേർക്കണം. ഉപ്പും ചേർക്കണം. ഒരു വസ്തുവല്ല, 2 വസ്തു ചേർക്കണം. ഉപ്പും ചേർക്കണം, ഉപ്പും കായവും കൂടി ചേർക്കണം. ഇതിലേക്ക് നമുക്ക് കായം ചേർത്ത്, കായത്തിൻ്റെ കട്ടയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് സ്വല്പം വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കണം. ഓക്കെ, ഞാൻ ഉപ്പിട്ട് കൊടുക്കട്ടെ. രസത്തിന് നമ്മൾ ഉപ്പ് ചേർത്തില്ലല്ലേ, ഇനി പരലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തിളച്ച് വരട്ടെ. ഇതിന് ഞങ്ങൾ പിഴിഞ്ഞോളി എന്ന് പറയും കേട്ടോ. അങ്ങനെ നീ പറയും കേട്ടോ. നമ്മൾ ചതച്ചിട്ട് ഇങ്ങനെ, നമുക്കിപ്പോൾ തക്കാളി ഒന്നും വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ ചതച്ചിട്ട് നമുക്ക് നല്ല കുറേ ചോറൊക്കെ തിന്നാം കേട്ടോ. ഇപ്പോൾ മല്ലിയിലയില്ല, ഞാൻ അപ്പുറത്തുണ്ടെങ്കിൽ പോയി വെച്ചൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മളെ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മളെ കറിയുടെ നെയ്യൊക്കെ തെളിഞ്ഞു വന്ന് അതും കൂടെ ഉപ്പ് നോക്കാം കേട്ടോ. നല്ല പുളിയെല്ലാം നല്ല ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഇങ്ങനെ നമ്മൾ പൊടിയിട്ട് മുളക് മല്ലിയൊക്കെ അനത്തി, ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കാണണം കേട്ടോ. ഒന്നിച്ചിങ്ങനെ ആക്കി വെക്കുമ്പോൾ ഇവിടെ അമ്മ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഉരലുകളും നാട്ടുകളിലൊക്കെ നിങ്ങൾ കണ്ടല്ലേ. മോനെ ഇങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ 9 മാസം വരെ അതിനകത്തായിരുന്നു ഞാൻ അരിയൊക്കെ ആട്ടുന്നത് കേട്ടോ. സുഖപ്രസവമൊക്കെ ആയിരുന്നു കേട്ടോ. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായിരുന്നു മോനെ പ്രസവിച്ചത്. അത് കണക്ക് തന്നെ അരപ്പും ഇവിടെ ഞാൻ വേറൊരു കല്ലും കൂടെ വിളിച്ചു. ഇത് അരഞ്ഞരഞ്ഞ് ഒരുവിധം ചതഞ്ഞു പോയി, അങ്ങ് ഇതായിപ്പോയ കല്ല, അങ്ങ് എന്തോ തേഞ്ഞു പോയ കല്ലാണ് കേട്ടോ. അപ്പം അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളിതെല്ലാം ഈ അമ്മിയിലിട്ട് ചതച്ചാണ് ഇതെല്ലാം എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇനി എല്ലാം അരച്ചൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വയ്യാന്നും പറഞ്ഞ് നമ്മൾ മാറിയുന്ന ഒന്നും വയ്യ കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ നോക്കാം. നോക്കുന്നത് എനിക്ക് ഇഷ്ടമായിട്ടാ. എല്ലാവരും ഇപ്പം എനിക്ക് ഞാൻ പറയൂലേ, ആളുകളുടെ എല്ലാവരും എനിക്ക് ഇഷ്ടമാണെന്ന് പറയത്തില്ലേ, ഈ എല്ലാവരുടെ കൂട്ടത്തിൽ നിന്ന് പാചകം ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്വസ്ഥമായിട്ടൊക്കെ നിന്ന് എല്ലാവരും കൂടെ കൂടുമ്പം ഒരു ഇത് വരും, എനിക്കൊരു ഇത് വരും. ഇതാകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് നിൽക്കും. അതുകൊണ്ട് എനിക്ക് ആളുകളെല്ലാം കൂടുന്ന അവരുടെ അടുത്ത് ഇങ്ങനെ കൊച്ചു കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അവരെ എടുത്ത് ഒരു ചിരിയൊക്കെ കൊടുത്ത് പോകുന്നതാണ് ഇഷ്ടമല്ലേ. എല്ലാവരും കൂടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് പാചകത്തിൽ ഒരു ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ ഒരു സ്വസ്ഥമായിട്ട് ചെയ്യും. അതുകൊണ്ട് ആൾക്കൊന്നും തോന്നരുത് കേട്ടോ. ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്ന എല്ലാവരും കൂടുന്ന ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ കൂടുന്ന, അതിൽ കൂടി പാചകം ചെയ്യുന്നതെന്ന് അർത്ഥമൊക്കെ കേട്ടോ. എനിക്കിഷ്ടം ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ തന്നെ ഇന്നലെ ഇവിടെ ഒരു വിശേഷം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇതൊക്കെ അമ്മയുടെ ചരമവാർഷികമായിരുന്നു ഫെബ്രുവരി 2-ന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ അവിടെയൊക്കെ ആയിട്ട് പാചകം ചെയ്യും. ഞാൻ കൊണ്ടുവരും, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യും. ഇപ്പം എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ പണിയും നടക്കത്തില്ല. അപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് പണ്ടേ അങ്ങനെ തന്നെ അച്ഛൻ്റെ, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ചരമവാർഷികത്തിനൊക്കെ ഞങ്ങൾ ഇവിടെ എല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് എല്ലാവരും കൂടെ ചിലപ്പോൾ കൽപ്പന ചെയ്തുകൊണ്ട് വരും, ഞാൻ ചെയ്തുകൊണ്ട് വരും. കൂട്ടത്തിലാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ആഹാരം കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഇരിക്കും. പിന്നെ ഓരോ വിശേഷങ്ങൾ വരുമ്പോൾ എല്ലാവരും ഇത് ഹായ് ഒക്കെ പറഞ്ഞു പോകുന്നതാണ് എനിക്കിഷ്ടം. കൂട്ടത്തിൽ എനിക്ക് പാചകം അത്ര ശരിയോ ആവത്തില്ല കേട്ടോ. ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നമ്മളെ കറിയും നമ്മളെ പിന്നെ രസവും കിഴിയോടി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി തോരനൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, ഇവിടെയൊക്കെ കീരകളൊക്കെ നിൽപ്പുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്കൊരു കീര വെക്കാം. പക്ഷേ സമയം ചേട്ടനിപ്പം വരും. ഓക്കെ, അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമുക്കെല്ലാം നല്ലത് വരട്ടേന്നും എല്ലാവരും നന്മയും ഐശ്വര്യത്തോടും മുന്നോട്ട് പോകട്ടെ എന്നും ആരോഗ്യം എല്ലാവർക്കും പ്രദാനം ചെയ്യാൻ ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഗോഡ്. താങ്ക്സ്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ ചാനലിൻ്റെ വിജയം കേട്ടോ. കമൻ്റ് ഇടാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. ശരി, നമ്മുടെ പിഴിഞ്ഞോളി ഇങ്ങനെ കണ്ട ഇങ്ങനെ
തിളച്ച് മറിയുന്ന ഇനി അങ്ങനെ ഒത്തിരി അടച്ചു വെച്ചേക്കണം. അപ്പം ഇതെല്ലാം പോകും. ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ടാണ്. നമ്മുടെ മീൻ കറി കണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ തോരനൊന്നുമില്ല, നമുക്ക് രസവും പിന്നെ മീൻ കറിയൊക്കെ ആയിട്ട് നമുക്ക് നല്ല കുശാലായിട്ട് കഴിക്കാം. ഓക്കെ, ചോറ് ഇടട്ടെ. ചോറിട്ട് അപ്പുറത്തുനിന്ന് തോരൻ കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ പരവയുടെ തല തന്നെ ആദ്യം വിടുമ്പം ഒരു കഷ്ണവും കൂടെ നമുക്കിടാം. നമുക്ക് ഇനി ഇതേ നോക്കേ, നിങ്ങൾ കണ്ട അപ്പുറത്തുനിന്നേ തലക്കറി കൊണ്ട് വെച്ചിരിക്കുന്നു, സെലിൻ വെച്ച തലക്കറി. അപ്പം അത് നമുക്കൊരു പീസിനകത്തുള്ള ചേട്ടൻ കൂട്ടത്തില്ല കേട്ടാ, ഞാൻ കൂട്ടാം. എടുത്ത് നമുക്ക് ഒരു സൈഡിലോട്ട് അവനെയും നമുക്കിങ്ങനെ വയ്ക്കാം കേട്ടോ. നമ്മൾ നെമ്മീൻ കറിയായി. നമുക്കെന്താ തന്നെ വെക്കേണ്ടത്? സെലിൻ തോരനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് പച്ചക്ക വിഴുക്ക് വരട്ടിയതും നമുക്ക് ഇച്ചിരി വയ്ക്കാം. നമ്മളുടെ രസം ഉണ്ടല്ലേ, അവനെയും കൂടെ കൂട്ടി ഒരു കുഴച്ച് നമുക്കൊന്ന് കഴിച്ചാലോ. ഇന്നത്തെ ഊണ് കുശാല് കേട്ടോ. നമുക്ക് കഴിച്ചു തുടങ്ങാം. നമ്മുടെ ചോറൊക്കെ നിങ്ങൾ കണ്ടല്ലേ, നെമ്മീൻ തലക്കറി, പരവ പാലുകറി എല്ലാം. അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങാം. പരവ പാലുകറി വെച്ച് എൻ്റെ തല തന്നെ നമുക്ക് ആദ്യം കിട്ടാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. മുളക് വറുത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ കൂടെ കൂട്ടിയൊക്കെ കഴിക്കണം കേട്ടോ. ഇങ്ങനെ കഴിച്ച് രസം പിന്നായിരുന്നു. ആ രസത്തിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്മേ ഞാൻ ഈ മുളക് ഇങ്ങനെ ഉണക്കിയിട്ടുണ്ട് തൈരിലിട്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മേടിച്ചതാണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ.